എംപിമാർ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച് തിരികെ ഇങ്ങോട്ട് വരണ്ട, അങ്ങനെ വന്നാൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പിന്റെ ഭാഷ സഭയും അതിന്റെ വിവിധ ഘടകങ്ങളും പ്രസിദ്ധീകരണങ്ങളും നൽകുന്നത് കുറച്ച് പരിചയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിന് കുറെയൊക്കെ അത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷ്, ഇതിൽ പ്രധാനമായിട്ടും KCBCയുടെ നിലപാട് ചരിത്രപരമായി തന്നെ ഒരു വഞ്ചനാത്മകവും ആത്മഹത്യാപരവുമായിട്ടുള്ളൊരു നിലപാടാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണ അസംബ്ലിയിലെ ചർച്ചകൾ പരിശോധിച്ചാൽ പോലും വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ശക്തമായ നിലപാടുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ വിശ്വാസ സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശമായി മാറുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും ആന്ധ്രയിൽ നിന്നൊരു പാസ്റ്റർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് KCBC സ്വന്തം സമുദായത്തിൻ്റെ രാഷ്ട്രീയ അവകാശങ്ങളെ തന്നെ നിഷേധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശങ്ങളെ, ഭരണഘടനാ അവകാശങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം, സംഘപരിവാറിനോട് വിധേയപ്പെടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നത് അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം മുനമ്പം പ്രശ്നം മുൻനിർത്തിയാണെങ്കിൽ മുനമ്പത്തെ, പ്രത്യേകിച്ചും ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ലത്തീൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ആ സമൂഹത്തെ വഞ്ചിക്കുന്ന ഒരു സമീപനം KCBC, ആ സമരത്തെ വഞ്ചിക്കുന്ന, ആ സമരത്തിൽ യഥാർത്ഥത്തിൽ നീതി തേടുന്ന മനുഷ്യരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് KCBC സ്വീകരിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വഖഫ് ആക്ടിലെ ഏത് ഭേദഗതി കൊണ്ടാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കുക എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KCBCയുടെ പ്രതിനിധി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അദ്ദേഹം പറയേണ്ടത്, ചർച്ച് ആക്ട് ആണ് വരുന്നതെങ്കിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇന്ത്യയിലെ മുസ്ലിം സമൂഹവും മുസ്ലിം സംഘടനയും ഒന്നാകെ ചർച്ച് ആക്ടിനെ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വത്തവകാശത്തെ, അവരുടെ സ്വത്തിനെ നിയന്ത്രിക്കാനും അത് മാനേജ് ചെയ്യാനുമുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശത്തെ നിഷേധിക്കുന്ന ഏതെങ്കിലും ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഒന്നാകെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശത്തിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ KCBC ചർച്ച് ആക്ട് പോലെയുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രപരമായി തന്നെ, വഖഫിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ചരിത്രപരമായി തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ അവകാശങ്ങളെ, അതിൻ്റെ അതിജീവനത്തെ നിർണ്ണയിക്കുന്ന ചരിത്രപരവും ഭരണഘടനാപരവുമായ പ്രാധാന്യം ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ട് സമാനമായി മുസ്ലിങ്ങളെപ്പോലെ സമാനമായി സംഘപരിവാറിൽ നിന്ന് പലതരത്തിലുള്ള വിവേചനങ്ങൾ, ഭരണകൂടത്തിൻ്റെ വിവേചനങ്ങൾ, അതിക്രമങ്ങൾ നേരിടുന്ന ഒരു സമുദായത്തിൻ്റെ നേതൃത്വം, ആ സമുദായം അങ്ങനെയാണ് എന്ന അഭിപ്രായം എനിക്കില്ല. മുനമ്പത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നിലപാടാണ് എന്ന് പറയാൻ കഴിയില്ല. ലത്തീൻ ക്രിസ്ത്യൻ സഭയ്ക്ക് ഇത്തരത്തിലൊരു നിലപാടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിച്ചോളൂ. അതേസമയം അഭിലാഷ്, കോൺഗ്രസ്, ഞാൻ വിചാരിക്കുന്നു കോൺഗ്രസ് നാളെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അതിശക്തമായി ബില്ലിനെ എതിർക്കാതെ വരുന്ന പക്ഷം, DMK എന്തായാലും എതിർക്കുമെന്ന് മനസ്സിലാക്കുന്നു, CPM എതിർക്കുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ കോൺഗ്രസ് ഞാൻ മുൻവിധിയോടുകൂടി അതിനെ കാണുന്നില്ല. പക്ഷേ എതിർക്കാതെ വരുന്ന പക്ഷം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അനാഥമാക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന സാഹചര്യമുണ്ടാവും. ഇത് ഞാൻ ഈ ആശങ്ക പങ്കുവെക്കാനുള്ള കാരണം, ഇന്ന് ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കേരളത്തിൽ നിന്നുള്ള MPമാർ ഇന്നത്തെ ചർച്ച കഴിയട്ടെ, വഖഫ് ബില്ലിലുള്ള അഭിപ്രായം പറയാൻ എന്ന് പറയേണ്ടുന്നൊരു സാഹചര്യം നേരത്തെ തന്നെ വഖഫ് ബില്ലിൽ നേരത്തെ പ്രിയപ്പെട്ട നൌഷാദ് അലിയൊക്കെ കൃത്യമായി പറഞ്ഞതുപോലുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കെ കോൺഗ്രസ് ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന സമീപനമാണ് നാളെ സഭയിൽ സ്വീകരിക്കുന്നത് എങ്കിൽ അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ അനാഥമാക്കുന്ന, വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസും മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണോ അത് സ്വീകരിക്കുന്നുണ്ട്. അവർ കാര്യം കൂടി പറഞ്ഞോട്ടെ അഭിലാഷ്, KCBCയുടെ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയ ഒരു ആശങ്ക, ഒരു കൺഫ്യൂഷൻ കാരണം ഈ JDUവും അതേപോലെ തന്നെ നായിഡുവിൻ്റെ പാർട്ടിയും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ച ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കെ അതിനെ വഴിതിരിച്ചു വിടുന്ന, സംഘപരിവാറിന് അനുകൂലമായി കേരളത്തിലെങ്കിലും ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന് പോലും കോൺഫിഡൻസ് നൽകുന്ന ഒരു സമീപനം കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായി എന്നുള്ളത് നിരാശാജനകമാണ്, വഞ്ചനാത്മകമാണ്. സഭയ്ക്ക് തന്നെ, ക്രിസ്ത്യൻ സമൂഹത്തിന് തന്നെ ആത്മഹത്യാപരമായ നിലപാടാണ് പറയാൻ ഞാൻ. KCBCയുടെ നിലപാടിനെ നിർമ്മല സീതാരാമൻ മുതൽ കിരൺ റിജിജു വരെ വളരെ അഭിനന്ദനപരമായി എടുത്തിട്ടുണ്ട്. അത് വെച്ചാൽ അവരെ സംബന്ധിച്ച് അതിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്നുള്ളത് വ്യക്തമാണ്. ഫാദർ